IT മേഖലയിൽ സ്വന്തമായൊരു ലോകം തീർക്കുകയാണ് മലപ്പുറത്തെ 5ാം ക്ലാസ്സുകാരനായ ആദിത്. ഇതിനോടകം സ്കൂളിന് വെബ്സൈറ്റും 2Dയിലും 3Dയിലും ഒക്കെ നിരവധി ഗെയിമുകളും ഈ കൊച്ചുമിടുക്കൻ തന്നെയാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഗൂഗിൾ പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുകയാണ് ഇനിയുള്ള സ്വപ്നം. നിലമ്പൂർ പൂക്കോട്ടും പാടത്തെ ഈ കൊച്ചു വീട്ടിലിരുന്നാണ് 2Dയിലും 3Dയിലുമുള്ള പുതിയ ഗെയിമുകൾ ഉണ്ടാക്കിയുള്ള ആദിത്യന്റെ IT-യിലെ കളികൾ. കമ്പ്യൂട്ടറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത ആദിത് പക്ഷേ ഇതിനോടകം ഗെയിമുകൾ മാത്രമല്ല, സ്കൂളിന് സ്വന്തമായി വെബ്സൈറ്റ് വരെ ഡിസൈൻ ചെയ്തു നൽകി. C++, ജാവ, ജാവാസ്ക്രിപ്റ്റ്, മായ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഓരോ നിർമ്മിതിയും. കൂട്ടുകാരുടെ പുതിയ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടുത്ത ഗെയിമിന്റെ സ്റ്റോറി ബോർഡ് തയ്യാറാക്കാനുള്ള തിരക്കിലാണ് ആദിത് എന്ന ഈ IT ഡെവലപ്പർ. മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടച്ചെങ്കിലും ആദിത് യൂണിഫോം ഇട്ട് ഇന്നും സ്കൂളിലേക്ക് പോവുകയാണ്. തന്റെ പഴയ ലാപ്ടോപ്പിലെ പരിമിതികൾ മറികടക്കാൻ സ്കൂളിലെ ലാപ്ടോപ്പ് ഉപയോഗിക്കണം. എങ്കിലേ തന്റെ ലക്ഷ്യങ്ങൾക്ക് വേഗത കിട്ടൂ. ഗെയിം കളിക്കാനല്ല കൂടുതൽ ഇഷ്ടം, കൂടുതൽ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഗെയിമിൽ ഡൂബഗ് ചെയ്യും ഇടയ്ക്ക്. പിന്നെ ഞാൻ സ്കൂളിന് വേണ്ടി ഒരു ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദിത് പഠിക്കുന്ന പറമ്പ സർക്കാർ UP സ്കൂളിലെ അധ്യാപകൻ ഗിരീഷ് മാരേങ്ങലത്താണ് ആദിത്തിലെ IT പ്രൊഫഷണലിനെ ആദ്യം കണ്ടെത്തിയത്. GPS പറമ്പ എന്നിങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തേ സ്ട്രോക്ക് ചോദിച്ചു. എൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ലെറ്ററിന് മുകളിൽ കൂടെ വൈറ്റ് കാണിച്ചു കൊടുത്തു. ഞാൻ അറിയില്ല സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരെ യൂട്യൂബിൽ കയറി ഒരു ഹിന്ദി വീഡിയോ കാണും. ഹിന്ദി വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇപ്പം ചെയ്തുതരാറ് ചെയ്തു. അതായത് എന്ത് പറഞ്ഞു കൊടുത്താലും അത് എങ്ങനെയെങ്കിലൊക്കെ അവൻ കണ്ടെത്തി ചെയ്യും എന്നുള്ളതാണ് അവൻ്റെ ഒരു ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തിന് മുത്തശ്ശിയാണ് പഴയ ലാപ്ടോപ്പ് നൽകിയത്. അത് പിന്നീട് സർക്കാർ UP സ്കൂളിലെ ഇന്നത്തെ 5ാം ക്ലാസ്സുകാരന് മുന്നിൽ IT ലോകം തുറന്നു നൽകി. തന്റെ സൃഷ്ടികൾക്ക് എന്തെല്ലാം സോഫ്റ്റ്വെയറുകളാണ് ഈ കൊച്ചു IT വിദഗ്ധർ ഉപയോഗിക്കുന്നതെന്ന് കേട്ടാൽ ഞെട്ടും. ഇപ്പോൾ സ്ക്രാച്ച് വരെ ജാവാസ്ക്രിപ്റ്റിലല്ലേ റൺ ചെയ്യണേ. അത് ആപ്ലിക്കേഷനിലോട്ട് മാറ്റുമ്പോൾ ഇലക്ട്രോൺ ഉപയോഗിക്കും, അല്ലെങ്കിൽ നേറ്റീവ് റിയാക്റ്റ് ഒക്കെ ഉപയോഗിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ മകനൊപ്പം എത്താൻ പാടുപെടുകയാണ് മാതാപിതാക്കൾ. ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് കോഡിങ് പഠിക്കണം, അത് വേണം. അപ്പം നമ്മൾ ഈ കുട്ടിയല്ലേ, അപ്പം അത് കുറച്ചുകൂടെ വലുതാകുമ്പോഴല്ലേ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു മനസ്സിൽ. മാഷാണ് അപ്പോൾ അത് കണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമുക്ക് പിന്നെ അതിലൊക്കെ അതിന് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊരു തോന്നലാണ്. ആദിത്യന്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അത് അമ്പരപ്പിക്കുന്നതാണ്. എനിക്കൊരു കമ്പനി തുടങ്ങണം വലുതായിട്ട്. ആ കമ്പനിയിൽ തുടങ്ങിയിട്ടോ ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറേ ആപ്പും കുറേ ഗെയിമും പിന്നെ എനിക്ക് വേണ്ടി തന്നെ OSും ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ലൊരു ലാപ്ടോപ്പ് ഇല്ലാത്തതാണ് ആദിത്യന്റെ നിലവിലെ പ്രതിസന്ധി. അതുകൂടി ലഭിച്ചാൽ ഈ മിടുക്കൻ IT ലോകത്തെ മാറ്റിമറിക്കും. ന്യൂസ് മലയാളം, മലപ്പുറം.